ഇന്ന് ഞാൻ സ്കൂളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചേക്ക് പോവാണ്. വീട്ടിൽ തിരിച്ചു പോവാണ്. നമ്മ വണ്ടി ഓടിക്കുന്നുണ്ട്. നമ്മളിപ്പോ വീടെത്താറായിട്ട്. ടെസ്റ്റ് പേപ്പറിന് എനിക്ക് എല്ലാത്തിനും ഫുൾ മാർക്ക് ഉണ്ട്. പിന്നെ ഓക്കെ എയർ സെറ്റ് ടു ബി ഡ്രൈ അങ്ങനെ എഴുതണ്ടേന്. ഞാൻ എയർ സെറ്റ് ടു ബി എന്ന് എഴുതിപ്പോയി. എയർ ഇസ് എഴുതണ്ടാണ്. അത് ഒരു തെറ്റിപ്പറ്റിപ്പോയി. പിന്നെ ഫാൾസിന് സ്പെല്ലിങ് ചെറിയ തെറ്റിപ്പറ്റിയപ്പോൾ പക്ഷെ എനിക്ക് ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ മലയാളം ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഹിന്ദി ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെയും കൂടെ കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ പോകണ്ടിന്ന്. പിന്നെ ഇന്നും കൂടെ നാളെയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എറണാകുളത്ത് പോകാനാണ്. കുറച്ച് പരിപാടി ഉണ്ട്. നമ്മൾ ജാക്കി മാമിൻ്റെ വീട്ടിലാണ് കേട്ടോ. അല്ല അമ്മ കാശിൻ്റെ വീട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അവിടെ നമ്മൾ ചിലപ്പോൾ 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വരുള്ളൂ. നമ്മൾ ക്രിസ്മസ് ആയിട്ട് ഒരു വെക്കേഷൻ ട്രിപ്പിന് പോവാം. അയ്യോ എനിക്ക് സന്തോഷമായി. അപ്പൊ നമ്മൾ വീട് എത്തിയിരിക്കുകയല്ല, വീട് എത്താറായിട്ട് ഇനി 1 മിനിറ്റ് പോലും വേണം കൂടെ വീട്. ബോറടിച്ചിരിക്കായിരുന്നു നീ ഇല്ലാത്തോണ്ട്. ഫ്രണ്ട്സ് ഞങ്ങളെ പീറ്റിക്കൊക്കെ കൊണ്ടുപോയിട്ടോ. ഞങ്ങൾക്ക് PT പീരീഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ പീറ്റിക്കൊക്കെ കൊണ്ടുപോയി. കഴിഞ്ഞ ദിവസം സ്കൂളിൽ ഡാൻസിന് ചേർന്നത് നിങ്ങളൊക്കെ അറിഞ്ഞോ? ഡാൻസിന് ചേർന്നിട്ട് ടെസ്റ്റ് പേപ്പർ എഴുതണമെന്നും പറഞ്ഞ് ഡാൻസ് എന്ന പേര് വെട്ടി തിരിച്ചൊക്കെ വന്നു. ഡാൻസ് കളിക്കാൻ സ്കൂളിൽ നിന്ന് സാറ് വിളിച്ചു പറഞ്ഞു മിമ്മൂസ് ഡാൻസിന് കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നു. നിങ്ങൾ നോക്കൂ ഫ്രണ്ട്സ്, എൻ്റെ ഐഡന്റിറ്റി കാർഡ്. ഐഡിയ കാർഡ് പണ്ട് മിമ്മു പറയുന്ന നമ്പർ ഞാൻ കാണിച്ചിട്ടില്ല. ദിസ് ഈസ് ഐഡന്റിറ്റി കാർഡ്. വീടെത്തി മാഡം. ഫ്രണ്ട്സ് നമ്മുടെ വീടെത്തി. ഭയങ്കര ഇരുട്ട്. അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ വീടെത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും എനിക്ക് നല്ല ദാഹിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ അമ്മ വെള്ളം വെച്ചാലും ഞാൻ കുടിക്കത്തില്ല. പക്ഷെ ഇന്ന് അമ്മ വെള്ളം എനിക്ക് കുറച്ചേ വെച്ചുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ദാഹമായിരുന്നു. ഇച്ചിരി എന്തായാലും വീടിനകത്ത് ഇച്ചിരി വെള്ളം കുടിക്കണം. ഐസ്ക്രീം കുടിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് ഐസ്ക്രീം കുടിക്കാം. ഫ്രണ്ട്സ് നമുക്ക് എന്തായാലും വീടിന്റെ അകത്ത് കേറാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ എൻ്റെ വീട്ടിലെത്തി. അമ്മ പറഞ്ഞു എന്ത് കഴിക്കുന്നെങ്കിലും കുളിക്കുന്നതിന് മുമ്പേ കഴിക്കാൻ. കാരണം നമ്മൾ അമ്പലത്തിൽ പോകുന്നുണ്ട്. കണ്ടോ, എപ്പോഴും ഞാൻ എടുക്കുന്ന ഫ്ലേവറാണ് ചോക്ലേറ്റ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും ഐസ്ക്രീം ഒന്ന് കഴിക്കട്ടെ, എന്നിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ എൻ്റെ കുടിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ വെറുതെ ഇരിക്കുകയാണ്. ഫ്രണ്ട്സ് ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നൊക്കെ പറഞ്ഞ് കഴിച്ചാണ്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. എൻ്റെ ഭയങ്കരമായിട്ട് എരിഞ്ഞു കേട്ടോ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അമ്മ ഇന്ന് എനിക്ക് രാത്രി കേക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. നെയ്ച്ചോറ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ അമ്പലത്തിൽ പോകണം. പിന്നെ മാത്സ് കുറച്ച് ഹോംവർക്ക് ഉണ്ടായിരുന്നു, ഫ്രാക്ഷൻസ്. ഞങ്ങൾ ഇന്ന് പഠിപ്പിച്ച് തുടങ്ങിയല്ലോ. ഹോംവർക്കൊക്കെ ഭയങ്കര സിമ്പിളായിരുന്നു. ഷെയ്ഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാം ആൻസറും എഴുതിയിട്ട് തന്നു കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരാമേ. ഇതായിരുന്നു കേട്ടോ ചാപ്റ്റർ 6 ഫ്രാക്ഷൻ. ഇതൊക്കെ മാം നമുക്ക് പഠിപ്പിച്ചു തന്ന ഇതൊക്കെയാണ്. ഫ്രണ്ട്സ് ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇത്. മാമിനോട് പറഞ്ഞപ്പോൾ മാം ഓക്കെ പറഞ്ഞു. എഴുതാനുള്ളത് ഇനി എക്സാമ്പിളല്ലാതെ എഴുതാനുള്ളത് ന്യൂ പേജിൽ എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എഴുതിക്കോന്ന് പറഞ്ഞു. കണ്ടോ, ഇതാണ് സംഭവം. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഒരു കുട്ടി ചോദിച്ചപ്പോൾ മാം ഇങ്ങോട്ട് തന്നെ പറഞ്ഞു നിങ്ങളുടെ ഈ 3rd സ്റ്റാൻഡേർഡിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ് ബാക്കി ഫുള്ളും. പക്ഷെ കുറച്ച് ടഫുള്ളത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും മാത്രമാണെന്നാണ് കേട്ടോ. ഇതൊക്കെ ഞാനിപ്പോൾ കളർ ചെയ്തതാണ്. നമുക്ക് ഇഷ്ടമുള്ള കളർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചാപ്റ്റർ. പഠിപ്പിച്ച് തുടങ്ങിയുള്ളൂ കേട്ടോ. ബാക്കി എന്താണെന്ന് എനിക്കറിയത്തില്ല. പഠിപ്പിച്ച് തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ നല്ലതായിരിക്കും, ചിലപ്പോൾ ചീത്തയായിരിക്കും. അല്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് സിമ്പിളാണ്. ഇത് മിക്കത് ആഡ് ചെയ്യാമെന്നൊക്കെയാണ് വാവ പറഞ്ഞത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇനി എന്തായാലും റെഡി ആകുമ്പോൾ കാണാം.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വീഡിയോ എടുക്കാൻ ശരിക്കും പറഞ്ഞാൽ മറന്നു, കാരണം അമ്മയ്ക്ക് വയ്യായിരുന്നു. നമ്മൾ പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വന്നതാണ് കേട്ടോ. നമ്മൾ അമ്പലത്തിൽ പോയി കുറിയൊക്കെ ഉണ്ട് പോയിട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ ഇനി ഇവിടെ വെറുതെ ഇരിക്കുകയാണ് കേട്ടോ. വേറെ പരിപാടിയൊന്നുമില്ല, പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കഴിക്കണം ഫ്രണ്ട്സ്. അമ്പലത്തിൽ നിന്ന് നല്ല കടല കിട്ടിയിട്ടോ. അതെന്താ അമ്മ കടല? പ്രസാദമാണ്. പക്ഷെ നല്ല കടലയും നല്ല പായസമൊക്കെ ഉണ്ടാക്കും കേട്ടോ. കടല നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അമ്മ എനിക്ക് സ്പെഷ്യലായിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് എന്താണെന്നൊന്നും അറിയത്തില്ല. ഓക്കെ ഫ്രണ്ട്സ്, അത് നമുക്കിനി എന്തായാലും നോക്കാം. ഫ്രണ്ട്സ്, ഞാൻ നേണ്ട ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. വെറുതെ ഇരിക്കുകയാണ്. ഫ്രണ്ട്സ്, ഭയങ്കര പാടായിരുന്നു. മെനഞ്ഞാന്ന് ഞങ്ങൾക്ക് 4 ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു. 4 ഫുൾ മാർക്ക് കിട്ടി. അതല്ല ഫ്രണ്ട്സ്, അതിൻ്റെ തലേന്നിരുന്ന് പഠിക്കുന്ന കാര്യം. 4 ടെസ്റ്റ് പേപ്പർ. ഹിന്ദി, മലയാളം, മാത്സ്, EVS, ഇംഗ്ലീഷ് 5 ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു. പിന്നെ മെനഞ്ഞാലാട്ടോ ഫ്രണ്ട്സ്, ഇന്നലെ ഞാൻ എന്താ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഇന്ന് 3 എണ്ണം ഉണ്ടായിരുന്നു. 3 അല്ലേ? ഹിന്ദി, മലയാളം, EVS. അതിന് ഫുള്ള് കിട്ടി. പക്ഷേ ഇന്ന് ടെസ്റ്റ് പേപ്പർ ഒന്നുമില്ല. പിന്നെ അതാണ് കേട്ടോ താത്ത. അത് ഫുള്ളും ചിഹ്നങ്ങൾ തീർത്ത് എഴുതാം. എനിക്ക് ഫുള്ള് അറിയാം ഫ്രണ്ട്സ്. നമ്മൾ ഹിന്ദി ടെസ്റ്റ് പേപ്പർ മാം ഇട്ടിട്ടുണ്ടായിരുന്നു. ടെസ്റ്റ് പേപ്പർ ഇട്ടപ്പോഴും എനിക്ക് ഫുൾ ഇതാണ്ടോ കിട്ടിയത്. അമ്മാമ്മ വേണ്ട അമ്മയ്ക്ക് പായസം വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മയ്ക്ക് കൊടുക്കാനുണ്ടോ. വീഡിയോ എടുക്കണമെന്ന് ഒരു വിചാരവും ഇല്ല കേട്ടോ. ഇങ്ങനെ സന്തോഷിക്കാണ്. പായസം കൊടുക്കണ തിരക്കിലാണ് ഫ്രണ്ട്സ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ടെസ്റ്റ് പേപ്പറിന് മാർക്ക് കിട്ടിയത്. ഫ്രണ്ട്സ്, ഇതായിരുന്നു കേട്ടോ ഫസ്റ്റ് ടെസ്റ്റ് പേപ്പർ. ഇത് 16-ാം തീയതിയിലത്തെയാണ്, ഇന്നലത്തെയാണ്. പിന്നെ ഇത് ഇന്നത്തെയാണ് 17-ാം തീയതി എടുത്തത്. ഇതെനിക്ക് എളുപ്പമാണ് ചിഹ്നങ്ങൾ ചേർത്ത് എഴുതാൻ വേണ്ടിയിട്ട്. സോറി ഫ്രണ്ട്സ്, കണ്ടോ. ഇത് മാം ചാച്ചൻ എഴുതിപ്പിച്ചില്ല, ഇവിടെ വരെ എഴുതിച്ചുള്ളൂ കേട്ടോ. ഇനി ഇവിടെ ഫുൾ എഴുതിപ്പിച്ചു. ഞാൻ ടെസ്റ്റ് എന്ന് എഴുതാൻ 2 മറന്നു. ഇന്നലെ മറന്നു, ഇന്നും മറന്നു. അതുകൊണ്ട് ഞാൻ സൈഡിൽ ടെസ്റ്റ് പേപ്പർ എന്ന് എഴുതി, ടെസ്റ്റ് എന്ന് എഴുതി കേട്ടോ. പിന്നെ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലെറ്റേഴ്സ് പഠിക്കണം. എനിക്കറിയാം കേട്ടോ, എല്ലാവർക്കും അറിയാം, എനിക്കറിയാം. പക്ഷേ മാം എന്നാലും ബോർഡിൽ എഴുതിയിട്ട് ഹൈഫൻ ഇടും. എന്നിട്ട് നമ്മളത് ഫുൾ കോപ്പി ചെയ്ത് എഴുതിയാൽ മതി. മാം ലെറ്റർ മാത്രമേ ഇട്ട് തരത്തുള്ളൂ, ബാക്കി ആൻസർ നമ്മൾ എഴുതണം. ഞങ്ങൾക്ക് ഈ വർഷം തൊട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത് ഹിന്ദി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി അങ്ങോട്ട് കാണും എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോ ഞാൻ എൻ്റെ ഇവിടെ വെറുതെ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ ഈ ഞാൻ ഇല്ലമ്മ വന്നപ്പോ തൊട്ട് ഞാൻ ഇവിടെ ഇരിക്കുക. അമ്പലത്തിൽ പോയി തിരിച്ചു വിടാന്നിരുന്നു. എനിക്കെന്താ ഇവിടെ പ്രത്യേകത? ഇന്ന് ഫുൾ ഞാൻ ഇവിടെ ഇരിക്കും. എന്റെ സ്വഭാവത്തിൽ പാവ ഫ്രണ്ട്സ്, അമ്മാമ്മ അറിഞ്ഞില്ല. അറിഞ്ഞിട്ടും വന്നതാ പാവം. ഓർമ്മയില്ലേ, മറന്നുപോയ. എനിക്ക് വയ്യ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമുക്കിനി എന്തായാലും കഴിക്കും.